തുടരുന്നു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ആ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയായിരുന്നു? വിവാഹത്തിന് പിന്നിൽ ലവ് ജിഹാദോ നിർബന്ധിത മതപരിവർത്തനമോ ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് വിവാദം വീണ്ടും ഉയർന്നു വരികയാണ്. അതിനിടെ മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുന്നു. കേസന്വേഷണവുമായി കേരളത്തിലെത്തിയ അന്വേഷണ സംഘം കൊച്ചിയിൽ മൊഴിയെടുക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെയും അതോടൊപ്പം ഭർത്താവ് ഫർമാൻ ഖാന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തുക. ഭർത്താവിനെതിരായ കുറ്റം നിലനിൽക്കില്ലെന്ന് വാദവുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ടുണ്ട്. ലവ് ജിഹാദോ നിർബന്ധിത മതപരിവർത്തനമോ നടന്നിട്ടില്ല. പരാതി നൽകിയ പ്രഥം ദുബായ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും രാഹുൽ ഈശ്വർ പരാതി നൽകിയിട്ടുണ്ട്. മൊണാലിസയുടെ അനുജന്റെ ജനനത്തീയതി കാണിച്ചാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്. 2008 ജനുവരി 1 മൊണാലിസ ജനിച്ചതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. മൊണാലിസ ഫർമാൻ ഖാൻ കല്യാണം ഒരു സോക്കോൾഡ് ലവ് ജിഹാദ് അല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല. മോണോലിസയോ ഫർമാൻ ഖാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറിയിട്ടോ തുടങ്ങിയ കാര്യങ്ങളിലോ സംഭവിച്ചിട്ടില്ല. രണ്ടുപേർ പരസ്പരം കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. മൊണാലിസയ്ക്ക് 16 വയസ്സാണെന്നാണ് മധ്യപ്രദേശ് പോലീസിന്റെ അവകാശവാദം. ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് പോലീസ് ഓഫീസർ ശ്രീ ഗണപതുമായി വിശദമായി സംസാരിക്കുകയും മൊണാലിസ ഫർമാൻ എന്നിവരുടെ വിഷയത്തിലെ സത്യം ചൂണ്ടിക്കാട്ടുകയും മൊണാലിസയ്ക്ക് 18 വയസ്സായി എന്ന് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഫർമാൻ എങ്ങനെയാണ് ആ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആധാർ കാർഡ് എടുത്തത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആധാർ കാർഡ് എടുക്കാൻ പറ്റുക? കൃത്യമാണ്. ഈ കുട്ടി ജനിച്ചത് 2008 ജനുവരി 1 അടുത്തതാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നത്. 2009 ഡിസംബർ 30 ഈ കുട്ടിയുടെ സഹോദരനാണ് ജനിച്ചു എന്ന് ആണ് ഇവർ പറയുന്നത്. ആ സഹോദരൻ ജനിച്ചതിനെ മൊണാലിസ ജനിച്ചതായി ചിത്രീകരിച്ചുകൊണ്ട് മൊണാലിസയ്ക്ക് 16 വയസ്സേ ആയുള്ളൂ എന്നാണ് മൊണാലിസയും ഫർമാനെയും പിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നവർ, തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും നവമി ദിനേശും തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനും ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട്, പോക്സോ കേസുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഫർമാൻ ഖാന്റെയും ആ പെൺകുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിനിടെയാണ് രാഹുൽ ഈശ്വർ പുതിയൊരു വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പുതിയ പരാതിക്കും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ ആരോപണം. പ്രത്യേകിച്ചും ലവ് ജിഹാദ്, അതോടൊപ്പം നിർബന്ധിത മതപരിവർത്തനം, പ്രായപൂർത്തിയായില്ല എന്ന വിവാദം, അങ്ങനെ പല വിഷയങ്ങളത് വടക്കേ ഇന്ത്യയിലടക്കം വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. ഇത് എന്താണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പുതിയൊരു വാദവുമായി ഇപ്പോൾ രംഗത്തെത്താനുള്ള കാരണം? ടോം, കഴിഞ്ഞ ദിവസം ഈ കുംഭമേളയിലെ വൈറൽ താരമായ പെൺകുട്ടിയും ഒപ്പം ഫർമാൻ ഖാനും ഫോൺ വഴി രാഹുൽ ഈശ്വറിനെ ബന്ധപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ ഫോൺ സംഭാഷണം അടക്കം കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പത്രസമ്മേളനം അദ്ദേഹം വിളിച്ചത്. ഇതിൽ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഥം ദൂബെ എന്നൊരു വ്യക്തി, ആ വ്യക്തിയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. ഇതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം നമ്മളോടക്കം പ്രതികരിച്ചത്. അതായത് കേരള സ്റ്റോറി പോലെ നടക്കുന്ന രീതിയിലുള്ള മതപരിവർത്തനവും ലവ് ജിഹാദും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു പശ്ചാത്തലം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു വിവാദത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അത്തരത്തിലുള്ളൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോൾ പോലീസിന് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്, അതായത് തമ്പാനൂരിലേക്ക് എത്തിയ ഈ കുട്ടിയുടെ പിതാവിന്റെ കൂടെ പോകാൻ ഈ കുട്ടി സമ്മതിക്കാതിരിക്കുകയും പിന്നീട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും അവിടെ വെച്ച് ഈ ഒരു ആധാർ കാർഡ്, അതായത് 18 വയസ്സ് തികഞ്ഞു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ആധാർ കാർഡ് ലഭിച്ചത് പിതാവിന്റെ കയ്യിൽ നിന്നാണ് നടക്കമുള്ള രേഖകളാണ്, അതായത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. മാത്രമല്ല, കേരള സ്റ്റോറി പോലെയുള്ള ഒരു കേരള സ്റ്റോറി 3ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് 3ാം ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് കേരളത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണ നോർത്ത് ഇന്ത്യയിലടക്കം പടരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മാതാവിന്റെ സമ്മതപ്രകാരമാണ് ഈ ഒരു കല്യാണം നടന്നത്. അതായത് തിരിച്ച് നാട്ടിലേക്ക് വരികയാണെങ്കിൽ, മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ തന്റെ ഇഷ്ടപ്രകാരമല്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധിക്കുക, അതായത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വഴുതി പോകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ മാതാവിന്റെ സമ്മതം
ഉണ്ടായിരുന്നു. മാത്രമല്ല പോലീസ് രേഖകൾ പരിശോധിച്ചതിൽ 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് തന്നെ ഈ ഒരു ഫർമാൻ ഖാന്റെ കൂടെ പോകാനുള്ള ഒരു സമ്മതം അറിയിച്ച പെൺകുട്ടിയെ ഫർമാൻ ഖാന്റെ കൂടെ തന്നെ പറഞ്ഞു വിടുകയായിരുന്നു. തുടർന്നായിരുന്നു ഈ ഒരു വിവാദമായ കല്യാണമടക്കം നടന്നത്. അത്തരത്തിലുള്ള അതായത് ഈ ഒരു വിവാദം അനാവശ്യമായ ഒരു വിവാദം സൃഷ്ടിക്കുക, അത് ഉത്തരേന്ത്യയിലടക്കം കേരളത്തെ പറ്റി ഒരു മോശമായ ഒരു ചിത്രീകരണം ഉണ്ടാവുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ കൃത്യമായി കണ്ടുപിടിക്കണം, ആ ഒരു ശ്രമത്തെ നശിപ്പിക്കണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ സംഭാഷണത്തിലടക്കം ഈ പെൺകുട്ടിയും ഫർമാൻ ഖാനും കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൽ തന്നെ തുടരാനും കേരളത്തിൽ ഒരു വീട് വെച്ച് കുടുംബമായി തുടരാനാണ് അവർക്ക് ആഗ്രഹം. ഈ ഒരു അനാവശ്യ വിവാദങ്ങളോ ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. കാരണം ഈ ഒരു ആധാർ കാർഡിലെ ചിത്രമടക്കം ചൂണ്ടിക്കാണിച്ചാണ്, അതായത് 2008 ജനിച്ച ഒരു കുട്ടിയുടെ ചെറുപ്പകാലത്ത് എടുത്ത ഒരു ആധാർ കാർഡിന്റെ ചിത്രമുള്ള ഒരു ആധാർ കാർഡാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റ് രേഖകളെല്ലാം അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനാവശ്യ വിവാദമാണ്. അതിൽ രാഹുൽ ഈശ്വർ കൂടി ഇടപെടുന്നു. ഈ ഒരു പ്രഥം ദൂപയ്ക്കെതിരെയുള്ള പരാതി അത് ഈ ഒരു പെൺകുട്ടിയും ഒപ്പം തന്നെ ഫർമാൻ ഖാനുമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു സമാന്തര അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറും ആവശ്യപ്പെട്ടുള്ളത്. കേട്ടോ യെസ്, എന്തായാലും സാരംഗിലേക്ക് എത്താം. നവമി ദിനേശിലേക്ക്. നവമി, അങ്ങനെ ഒരു പുതിയൊരു വാദമാണ് രാഹുൽ ഈശ്വർ ഉയർത്തുന്നത്. അതിനിടെ മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യമായ ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ ഈ ഒരു കേസിന് പിന്നിലുണ്ടായിരിക്കാം. പക്ഷെ പോലീസ് ഈ രേഖകളടക്കം, ആശുപത്രി രേഖകളടക്കം പരിശോധിച്ച ശേഷമാണ് കേസെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇനി അനിയൻ്റെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമാണെങ്കിൽ അതിന് പിന്നിലൊരു ഉന്നതതല ഗൂഢാലോചന ഉണ്ടായിരിക്കാം. പക്ഷെ നിലവിൽ മധ്യപ്രദേശ് പോലീസിൻ്റെ നിലപാടെന്താണ്? ഫർമാൻ ഖാൻ നിലവിൽ ഫർമാൻ ഖാൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ആളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ തിരികെ നാട്ടിലേക്ക് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം കൂടി മധ്യപ്രദേശ് പോലീസിൻ്റെ ഈ വരവിന് പിന്നിലുണ്ടോ? മാത്രമല്ല അതിനിടെ ഈ പെൺകുട്ടി പോലീസിനടക്കം പരാതിയും നൽകിയിട്ടുണ്ടല്ലോ, തനിക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ടോം, കഴിഞ്ഞ 2 ദിവസമായി മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് കളമശ്ശേരി, ആലുവ ഭാഗങ്ങളിലായാണ് ഇവരുള്ളത്, ഈ പെൺകുട്ടിയും ഫർമാൻ ഖാനും ഉള്ളത് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇരുവരും ഒളിവിലാണ്. ഈ പെൺകുട്ടി ഭയപ്പെടുന്നത് മധ്യപ്രദേശ് പോലീസ് എത്തിയിരിക്കുന്നത് തന്നെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും, തൻ്റെ കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം അവരുടെ കയ്യിലുള്ള തെളിവുകൾ അനുസരിച്ച് തനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാകുമ്പോൾ സ്വാഭാവികമായും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് തിരിച്ചു നൽകാനുള്ള ഒരു ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ആ ഒരു സാഹചര്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് ആയിക്കോട്ടെ ഈ പരാതിയിൽ കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടുമില്ല. ഇന്നലെ അടക്കം നമ്മൾ കമ്മീഷണറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഫർമാൻ ഖാന്റെ ഹർജി തടഞ്ഞുകൊണ്ട്, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് 20-ാം തീയതി വരെ ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും. അറസ്റ്റ് ഉണ്ടാകരുത്, 20-ാം തീയതി വരെ അറസ്റ്റ് ഉണ്ടാകരുത് എന്നൊരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ളത്. അത് സ്വാഭാവികമായും മധ്യപ്രദേശ് പോലീസിനും കേരള പോലീസ് കൈമാറിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മധ്യപ്രദേശ് പോലീസ് എന്തിനാണ് വന്നതെന്ന് കൃത്യമായി തങ്ങൾക്കും അറിയില്ല എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത്. മധ്യപ്രദേശ് പോലീസ് പറയുന്നത് ഈ പെൺകുട്ടിയുടെയും ഫർമാൻ ഖാന്റെ മൊഴിയെടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. പെൺകുട്ടിയെ കൊണ്ടുപോകുന്നില്ല എന്ന കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് പെൺകുട്ടിക്ക് അത് അത്ര ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം പെൺകുട്ടി ഈ ഫർമാൻ ഖാന്റെ ഒരു സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും ഭയം കാരണം, അറസ്റ്റ് ഭയന്നുകൊണ്ട് യുവാവ് എത്തിയിട്ടില്ല. അങ്ങനെ എവിടെയാണ് ഫർമാൻ ഖാനും ഈ പെൺകുട്ടിയും എന്നതിൽ മധ്യപ്രദേശ് പോലീസിനും കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കേരള പോലീസിന്റെ സഹായവും കൂടി തേടുന്നുണ്ട്. ആ രീതിയിലേക്കാണ് മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി, ഇന്നുൾപ്പെടെ 3 ദിവസമായി മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ച് കൊച്ചിയിൽ തന്നെയാണ്. ഈ പെൺകുട്ടിയുടെയും യുവാവിന്റെയും ഫോൺ റേഞ്ച് അടക്കം കേന്ദ്രീകരിച്ചുള്ള, ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് മധ്യപ്രദേശ് പോലീസ് കടന്നിരിക്കുന്നത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ അത് നൽകുമെന്ന് തന്നെയാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പക്കലുള്ള മധ്യപ്രദേശ് പോലീസ് കാണിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ കേരള പോലീസിനും സഹായം നൽകിയേ മതിയാകൂ. പക്ഷെ പെൺകുട്ടി പറയുന്നത് തനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, ഈ ആധാർ കാർഡിലടക്കം
കുടുംബം ആരോപിക്കുന്ന എല്ലാം തന്നെ തെറ്റാണ്. തനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഏറെ സങ്കീർണമായിട്ടുള്ള കേസാണ്. സാരംഗ്, ഇവിടെ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസെടുത്തതിന് പിന്നാലെ ഏറ്റവും അധികം ഉയർന്നു വന്ന ചർച്ച ഈ വിവാഹം നടത്തിക്കൊടുത്ത ആളുകൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമോ എന്നാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ ഉന്നതരടക്കം പ്രതിക്കൂട്ടിലാകുമോ? ഇവർക്ക് വിവാഹത്തിന് അനുമതി കൊടുത്ത പോലീസും പ്രതിക്കൂട്ടിലാകുമോ തുടങ്ങിയ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ കേരള പോലീസിൻ്റെ ഒരു നിലപാട് എന്താണ്? നേരത്തെ തന്നെ ST കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. സംസ്ഥാന DGPയോട് നേരിട്ട് ഹാജരാകണമെന്നും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. കേരള പോലീസ് ഈ അന്വേഷണത്തോട്, മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? ടോം, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയത്തിൽ തുടക്കം തൊട്ട് തന്നെ ഉന്നതരിലൂടെ ഒരു ഉൾപ്പെടൽ, അതായത് ഈ ഒരു കല്യാണം നടത്തിയതടക്കം നമുക്കറിയാം മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറി അടക്കം നേരിട്ട് വന്നുകൊണ്ടായിരുന്നു ഈ ഒരു കല്യാണം വളരെ ആഘോഷപൂർവ്വമായിരിക്കും നടത്തിയത്. പക്ഷേ അതിൽ അവർ പറയുന്ന ഒരു വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യാജരേഖയാണ് സമർപ്പിച്ചത് എങ്കിൽ അതിൽ നമുക്ക്, അതായത് ഇവരിലേക്ക് അടക്കം അന്വേഷണം എത്തുക അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് ഇവരുടെ ഭാഗം എത്തുക എന്നത് നിയമപരമായി എത്രത്തോളം സങ്കീർണമാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം, ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കാര്യം തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അനുജന്റെ, അതായത് ഈ ഒരു പെൺകുട്ടിയുടെ അനുജന്റെ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി മാറ്റി അത് ആണ് ഇപ്പോൾ പോലീസ് രേഖയായി കാണിക്കുന്നത് എന്നടക്കമുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കേരള പോലീസ് കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇതിൽ ഇടപെടൽ നടത്തുന്നത്. കാരണം ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എടുത്തു ചാടിയൊരു നടപടിയിലേക്കോ അതിലൊരു നിലപാട് പറയുന്നതിലടക്കം പോലീസിന് തടസ്സമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ എടുത്ത നടപടികളെല്ലാം ശരിയായ രീതിയിലാണ്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുള്ളത്. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നടക്കമായിരുന്നു ഈ DGP നൽകിയ റിപ്പോർട്ടിലടക്കം പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും, അതായത് കേരള പോലീസിൽ ഈ ഒരു വിഷയത്തിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് ഇടപെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇതിലിപ്പോൾ DGPക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പെൺകുട്ടിയുടെ പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു അന്വേഷണവും ഒപ്പം തന്നെ ഈ ഒരു വ്യാജരേഖ ചമച്ചതിലടക്കമുള്ള കാര്യങ്ങളിൽ കേരള പോലീസിന്റെ ഒരു അന്വേഷണമോ ഇടപെടലോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും ഇവരുടെ അന്വേഷണം, അതായത് മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണവും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കോടതി ഇടപെടൽ നടത്തിയതുകൊണ്ട് തന്നെ അതിനുശേഷം എങ്ങനെയായിരിക്കും ഇതിലൊരു നിയമസാധ്യത എങ്ങനെയായിരിക്കും? കാരണം വ്യാജരേഖ ചമച്ചാണ് കല്യാണം നടത്തിയതെന്ന് മധ്യപ്രദേശ് പോലീസ് സമർപ്പിച്ച രേഖ വ്യാജമാണെന്നുമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ഭാഗത്താണ് ശരി എന്നത് തെളിയുന്നത് വരെ ഈ കേസ് മുന്നോട്ട് പോകുകയും ചെയ്യും. പക്ഷേ അറസ്റ്റിലേക്ക് കടക്കുമോ, പെൺകുട്ടിയെ എവിടെ നിന്ന് തിരികെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നാണ് വരും ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടത് കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, എന്തായാലും കേരള പോലീസിന് ഈ അന്വേഷണവുമായി സഹകരിച്ചേ മതിയാവൂ. പക്ഷേ കോടതി നിലവിൽ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളതിനാൽ ഫർമാൻ ഖാനെ കസ്റ്റഡിയിലെടുക്കുകയോ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അത്തരം നടപടികളിലേക്ക് കടക്കാൻ മധ്യപ്രദേശ് പോലീസിന് സാധിക്കില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ തിരികെ കൊണ്ടുപോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ചില നിയമക്കുരുക്കുകൾ ഉൾപ്പെടെയുണ്ട്. പെൺകുട്ടിക്ക് കോടതി ഒരു പക്ഷേ സംരക്ഷണം കൊടുക്കുമോ? അത്ര നിയമപരമായൊരു നടപടിയിലേക്ക് ഈ പെൺകുട്ടി നീങ്ങുന്നുണ്ടോ? എന്താണ് അതായത് ഫർമാൻ ഖാനും അതോടൊപ്പം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായിരിക്കും മധ്യപ്രദേശ് പോലീസിന്റെ തുടർ നീക്കം? ടോം, എന്തായാലും പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തുടരുന്നിടത്തോളം കാലം അതിന്റെ ഒരു ആശങ്ക ഈ പെൺകുട്ടിക്കും ഫർമാൻ ഖാനുമുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ളൊരു ഉത്തരവ് മേടിച്ചെടുക്കുക എന്നതായിരിക്കും ഇവരുടെ അടുത്ത നീക്കം. നിലവിൽ ഹൈക്കോടതിയെ ഒന്നും സമീപിച്ചിട്ടുമില്ല. മധ്യപ്രദേശ് പോലീസ് പറയുന്നത് തങ്ങളിവിടെ നിൽക്കുന്നത് ഇരുവരുടെയും മൊഴിയെടുക്കാനെന്നാണ്. അതും ഇവർ വിശ്വാസത്തിലെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒളിവിൽ തുടരുന്നത്. എന്തായാലും മധ്യപ്രദേശ് പോലീസിന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവരുടെ വളരെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളാണ് മധ്യപ്രദേശ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുവരെയും കണ്ടെത്തുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. പക്ഷേ എവിടെയാണ് ഇവർ എന്നുള്ളതിൽ ഇതുവരേക്കും നമുക്ക് വ്യക്തമായിട്ടില്ല. പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കളമശ്ശേരി, ആലുവ ഭാഗങ്ങളിലാണ് ഇവർ താമസിക്കുന്നതെന്ന പല വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അതൊന്നും സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇവരെ കണ്ടെത്തുക എന്നത് തന്നെയാണ് മധ്യപ്രദേശ് പോലീസിന്റെ ലക്ഷ്യവും.
അതോടൊപ്പം വിവാഹ സമയത്ത് ഒപ്പമുണ്ടായിരുന്നൊരു സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങുന്നുണ്ടല്ലോ. ആരാണ് സുഹൃത്ത്? അത് മലയാളിയാണോ? മാത്രമല്ല ഈ തൃക്കാക്കരയിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, ഈ ഫർമാൻ ഖാൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇന്നലെ മധ്യപ്രദേശ് പോലീസ് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? മാത്രമല്ല ഇത് ആരൊക്കെയാണ് ഇവരുടെ ഈ വിവാഹത്തിന് കൂട്ടുനിന്നത്? ആരൊക്കെയാണ്? അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നതെന്നോ? ടോം, എന്തായാലും സ്വാഭാവികമായും അവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകളാണ്. ഈ യുവാക്കളെയും കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഫർമാൻ ഖാന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിരുന്നു ചോദ്യം ചെയ്യാൻ. പക്ഷേ അറസ്റ്റ് ഭയന്നുകൊണ്ട് യുവാവ് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നതും. പക്ഷേ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസും പുറത്തുവിട്ടിട്ടില്ല. അന്ന് ഈ ഇവരുടെ വിവാഹത്തിന് സഹായം നൽകിയ അത് കേരളത്തിലുള്ള യുവാക്കൾ തന്നെയാണെന്ന് ഒക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. അതും സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും അവരുമൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ട്, ആ യുവാക്കളുമൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കൊക്കെ കടക്കുക. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ കിട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.